എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഈവനിങ് സ്നാക്സൊക്കെ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, ചിലവ് കുറഞ്ഞ, അതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ ഇൻഗ്രീഡിയൻസിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റവ കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അതിനുവേണ്ടി ഞാൻ 1.5 ഗ്ലാസ് റോസ്റ്റഡ് റവയാണ് എടുത്തേക്കുന്നത്. ഈ ഗ്ലാസ്സിനാണ്. അതിൽ 3/4 ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ കാഷ്യൂ നട്ടും ഒരു 5 എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റേസിൻസും എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള നെയ്യും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് നന്നായി ചൂടാകുമ്പോൾ ഈ റോസ്റ്റഡ് റവയാണെങ്കിൽ പോലും നമുക്കൊന്ന് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. അല്ലാത്ത റവയാണെങ്കിൽ നന്നായിട്ട് നിങ്ങൾ റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് നെയ്യിൽ റോസ്റ്റ് ചെയ്തെടുക്കുക. അതിന് ശേഷമാണ് നമുക്ക് ബാക്കിയൊക്കെ ചേരുവകൾ ഇട്ട് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് നിങ്ങൾക്ക് റോസ്റ്റ് ചെയ്യാത്ത റവയാണ് കിട്ടുന്നതെങ്കിൽ കൂടി നന്നായിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡാവുന്നവരെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, എല്ലാവരും വീട്ടിലും റവയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ പാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈവനിങ്ങിലൊക്കെ കുട്ടികൾക്ക് എന്തൊക്കെയാണ് സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കാമെന്ന് വളരെ ബുദ്ധിമുട്ടാണല്ലേ. അപ്പോൾ ഇതുപോലെ മധുരമുള്ള റെസിപ്പിയൊക്കെ ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഇനി റോസ്റ്റ് ചെയ്തെടുത്തു. ഇനി അതൊന്ന് നമുക്ക് നന്നായിട്ട് തണുക്കാൻ വെക്കാം. അതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് 3/4 ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ ആ റോസ്റ്റ് ചെയ്ത റവയും കൂടെ ഞാൻ ഇട്ട് കൊടുത്ത് 2 ഏലക്കായും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇനി സെയിം ഫ്രൈ പാനിൽ തന്നെ ഞാൻ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കാഷ്യൂം റേസിൻസും കൂടെ ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതൊന്ന് നെയ്യിലിട്ട് കൊടുക്കാം. കാഷ്യൂ നന്നായിട്ട് ബ്രൗണിഷ് കളറാവുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നല്ല മധുരമുള്ള പലഹാരമൊന്നും ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഇതുപോലെയുള്ള റവയുണ്ടൊക്കെ നിങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാ മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതുപോലെയുള്ള മധുരപലഹാരങ്ങളൊക്കെ ഇഷ്ടമുള്ളവർ താഴെ വന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്കും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കണേ. അപ്പോൾ ഇതാ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ നമുക്ക് റവ പൊടിച്ചെടുത്ത റവയിലേക്ക് ഒന്നിട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അത് നന്നായിട്ട് ഉണ്ടയാക്കാൻ കിട്ടത്തുള്ളൂ. തണുത്ത പാലൊക്കെ ആണെങ്കിൽ ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുത്തതിന് ശേഷം, തിളപ്പിക്കണ്ട, ഒന്ന് ചൂടായതിന് ശേഷം ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ നന്നായിട്ട് ഉണ്ടയായി കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതാ 1/4 ഗ്ലാസ് പാലെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഉണ്ട പരുവത്തിലാക്കിയെടുക്കണം. നമുക്ക് ഒന്നിച്ചൊഴിക്കാതെ നമ്മൾ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഉണ്ടയാക്കാൻ നോക്കുക. ഇതാ ഞാൻ ഓരോരോ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു സോഫ്റ്റായിട്ടുള്ള ഉണ്ട കിട്ടി. അപ്പോൾ നിങ്ങളും എന്തായാലും മസ്റ്റായിട്ടും ട്രൈ ആക്കി നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു.